ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. സലാം സഖാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, നവോത്ഥാന നായകരെ പരിചയപ്പെടുത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അയ്യ വൈകുണ്ഠ സ്വാമികളെയാണ്. അയ്യ വൈകുണ്ഠ സ്വാമികളെ പറ്റിയാണ് എനിക്ക് അറിയാവുന്നതും പിന്നെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അയ്യ വൈകുണ്ഠസ്വാമിയെ പറ്റി ഒരു പരിചയം ഉണ്ടാക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നവോത്ഥാന നായകരെ പരിചയപ്പെടുത്തുമ്പോൾ നവോത്ഥാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി ഒരു വിഷയമാണല്ലോ. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നവോത്ഥാനം വന്നിട്ടുള്ളത്. പുനരുത്ഥാനം, പുനർജന്മം എന്നുള്ള ഒരു അർത്ഥമൊക്കെ അതിന് വരുന്നുണ്ട്. പിന്നെ അതിലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ നവോത്ഥാനത്തിൻ്റെ തുടക്കം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നവോത്ഥാനം പല ദേശങ്ങളിലും, പല ദേശങ്ങളിലും പല രീതിയിലാണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞു. അത് എന്താണ് പറയാൻ കാരണം വെച്ചാൽ, ചില ദേശങ്ങളിൽ അത് ജാതീയമായിട്ടുള്ള വിഷയങ്ങൾ, ചില ദേശങ്ങളിൽ വർണ്ണവിവേചനം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ, ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികം, അങ്ങനെ പല ഉപവിഭാഗങ്ങൾ ഈ നവോത്ഥാനത്തിൻ്റെ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഈ നവോത്ഥാനം എന്ന വാക്ക് നേരത്തെ പറഞ്ഞു, പുനരുത്ഥാനം, പുനർജന്മം എന്നുള്ള വാക്കുകളൊക്കെ നവോത്ഥാനത്തിനെ സൂചിപ്പിക്കണമെന്ന് പറയാം. അതിൽ ഏറ്റവും ഇത് ഈ നവോത്ഥാനം എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ പുനരുത്ഥാനം, പുനർജന്മം എന്നുള്ള വാക്കുകളൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രഞ്ച് ചരിത്രകാരനായിട്ടുള്ള ജൂൾസ് മിഷേൽ ആണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് എന്ന കൃതിയിലാണ് അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിന് ഫ്രഞ്ച് ഭാഷയിൽ റെനൈസൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിൽ റിനോഷിമെൻറ്റോ എന്നൊക്കെ പറയും നവോത്ഥാനം. അത് ഈ ഇരുണ്ട മധ്യകാലങ്ങളിൽ നിന്ന് ആധുനികതയിലേക്കുള്ള ഒരു യൂറോപ്പിൻ്റെ പരിവർത്തനത്തെ ഒക്കെ അടയാളപ്പെടുത്തുക ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെനൈസൻസ് ആയാലും റിനോഷിമെൻ്റ് ഒക്കെ ആയാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കെട്ട അവസ്ഥ, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ജാതീയമായിട്ടും വർണ്ണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ജീവിത രീതിയിൽ നിന്നും ഒരു മാറ്റം, അതാണ് നവോത്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ രംഗങ്ങളിലും നവോത്ഥാനത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ രംഗങ്ങളിലും യൂറോപ്പ് വളരെ മുന്നോട്ടേക്ക് പോയി എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് പിന്നെ സാഹിത്യം, തത്വചിന്ത, കല, ശാസ്ത്രം, വാസ്തുവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയാം. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നവോത്ഥാനത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ പിന്നെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ആദ്യ സാരഥി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് രാജാ റാം മോഹൻ റോയ് ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഷകളിലുള്ള പ്രാവീണ്യം, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യ സംസ്കാരവുമായുള്ള അതുപോലെ മതചിന്തകളുമായിട്ടുള്ള ഇടപഴകാനുള്ള അവസരം ഒക്കെ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. 1814 ആത്മീയ സഭയൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. ബ്രഹ്മസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ, പിന്നെ ഇസ്ലാമിക പരിഷ്കരണ പ്രസ്ഥാനം തുടങ്ങി ഹിന്ദു മുസ്ലിം മതങ്ങളുടെ നവീകരണങ്ങളിലായിട്ട് പല രീതിയിലും ഉള്ള പല സമാജങ്ങൾ, പല സംഘടനകൾ
ഉരുത്തിരിഞ്ഞു വന്നു. അതൊക്കെ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു ശക്തി, ഈ നവോത്ഥാനം ഒരു പൊതുജനങ്ങൾക്ക് എന്തിന് നമ്മൾ മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നതിന് ഇത്തരം സംഘടനകൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കരുതണം. കേരളത്തിലെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയും അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ ആയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സാമൂഹിക സാംസ്കാരിക മുന്നേറ്റമാണ് കേരളീയ നവോത്ഥാനം എന്ന് പറയേണ്ടിയിരിക്കണം. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി വി.ടി. ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പേര് കേരളീയ നവോത്ഥാനത്തിൽ നേതൃത്വം നൽകിയവരാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. നേരത്തെ പറഞ്ഞല്ലോ, നവോത്ഥാന കേരളത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതരായ മഹാരഥന്മാരിൽ പ്രഥമ ഗണനീയൻ തന്നെയാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. 1809 മാർച്ച് 12-ന് കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് പൊന്നുനാടാര്, മാതാവ് വെയിലാൾ. ചെറുപ്പകാലത്തൊക്കെ മുടിചൂടും പെരുമാൾ എന്നൊക്കെ അയ്യ വൈകുണ്ഠസ്വാമിയെ മാതാപിതാക്കൾ വിളിച്ചിരുന്നു. എങ്കിലും ഈ സവർണ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത് മാറ്റി മുത്തുക്കുട്ടി എന്ന പേര് മാതാപിതാക്കൾ അയ്യ വൈകുണ്ഠസ്വാമിയെ വിളിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഈ സാമൂഹികമായി നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അയ്യ വൈകുണ്ഠസ്വാമികൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അയ്യ വൈകുണ്ഠസ്വാമികളെ പറ്റി പറയുമ്പോൾ മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജത്തെ പറ്റിയിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് അയ്യ നടത്തിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഒന്നിച്ച് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമത്വ സമാജം, അതുപോലെ സപന്തി ഭോജനം നടത്തി ഇത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് അയ്യ വൈകുണ്ഠസ്വാമി. അയ്യ വഴി എന്ന മതം സ്ഥാപിച്ചു എന്നുള്ളത് അയ്യ വൈകുണ്ഠസ്വാമി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും അയ്യ വൈകുണ്ഠസ്വാമിയാണ്. പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള സ്വാതി തിരുനാൾ പോലും അയ്യ വൈകുണ്ഠസ്വാമിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അയ്യ വൈകുണ്ഠസ്വാമി നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ പല ദേശങ്ങളിലും പല രീതിയിലാണ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ സാമ്പത്തികം, ചില സ്ഥലങ്ങളിൽ വർണ്ണവിവേചനം, ചില ദേശങ്ങളിൽ ജാതി വ്യവസ്ഥകൾ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജാതീയമായ രീതിയിലുള്ള സവർണ വിഭാഗത്തിന്റെ ഒരു മേൽക്കോയ്മയ്ക്കെതിരായിട്ടാണ് ഇവിടെ നവോത്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ജാതീയമായിട്ട് ഉള്ള എല്ലാ മേഖലകളിലും ഈ നവോത്ഥാനം വഴി ഒരു മാറ്റം കൊണ്ടുവരാൻ അയ്യ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തൊക്കെ അദ്ദേഹം എതിർത്തു. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് അയ്യ വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ നവോത്ഥാന മുന്നേറ്റത്തിന് മുൻപന്തിയിലുണ്ടായ സംഘടനയാണ് സമത്വ സമാജം. അയ്യ ഇന്ത്യയിലെ ആദ്യത്തെ സാങ്കല്പിക സോഷ്യലിസ്റ്റ് ആണ് എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രശസ്ത പ്രഭാഷകനും അധ്യാപകനൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ വി കാർത്തികേയൻ നായർ സാറാണ്. അദ്ദേഹം ചിന്താവാരികയിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് അയ്യ വൈകുണ്ഠസ്വാമിയെ പറ്റി അയ്യ ഇന്ത്യയിലെ ആദ്യത്തെ സാങ്കല്പിക സോഷ്യലിസ്റ്റ് ആണ് എന്ന് വിശേഷിപ്പിച്ചത്. അതിന് കാരണം എന്താ വെച്ചാൽ സമത്വം എന്ന പദം ആദ്യം ഉപയോഗിച്ച വ്യക്തിയാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. അത് തന്നെയാണ് സമത്വ സമാജം എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ പ്രതിഷേധമാണ്.
അത് പ്രധാനമായിട്ടും ഈ സവർണർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സവർണരുടെ നേതൃത്വത്തിൽ കീഴ്ജാതിയിൽപ്പെട്ടവർക്കെതിരെ നടത്തിയിട്ടുള്ള സാമ്പത്തികവും ജാതീയവും സാംസ്കാരികവുമായ അധീശത്വത്തിനെതിരെയുള്ള ഒരു കലാപം അതുതന്നെയാണ് സമത്വ സമാജം വഴിയും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂലിയില്ലാതെ വേല ചെയ്യരുത്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം നാടൊട്ടുക്കും മുഴങ്ങി. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണാവകാശം കൂടി ഒരു ലക്ഷ്യമായിട്ട് വന്നു. അതായിരുന്നു ചാന്നാർലാളം. വൈകുണ്ഠസ്വാമിയുടെ പ്രതിഷേധം നിലവിലിരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വ്യവസ്ഥയോടായിരുന്നു. അത് അടിച്ചേൽപ്പിച്ചതാകട്ടെ സവർണരായിട്ടുള്ള ജനവിഭാഗങ്ങളും. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ശുചീന്ദ്ര ക്ഷേത്രത്തിലെ രഥോത്സവത്തിൽ ചാന്നാർ ജാതിയിൽപ്പെട്ടവർക്ക് രഥം വലിക്കുന്ന കയർ പിടിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. വൈകുണ്ഠസ്വാമിയും അനുയായികളും അവിടേക്ക് കടന്നു ചെന്ന് കയർ പിടിച്ച് വലിക്കുകയും അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ തന്നെ അയ്യാ വൈകുണ്ഠസ്വാമി ഭരണകൂടത്തിന്റെ രോഷത്തിനിരയാവുകയാണ് ഉണ്ടായത്. തടങ്കലിൽ ആവുകയും ചെയ്തു. ഒരുപക്ഷെ ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ തടവിലാക്കപ്പെടുന്ന ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അയ്യാ വൈകുണ്ഠസ്വാമി എന്ന് രേഖകൾ പറയുന്നുണ്ട്. അയ്യാ വൈകുണ്ഠസ്വാമികൾ തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ, അതായത് 42-ാം വയസ്സിൽ അന്തരിച്ചു. 42-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം തന്നെയാണ് എന്ന് പറയാം. 1851 ജൂൺ 3-നാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സാമൂഹിക ദർശനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു സൂക്തം ആണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഭാഷ, ഒരു കുലം, ഒരു ലോകം എന്നത്. അത് പിന്നീട് ശ്രീനാരായണ ഗുരുവിൽ എത്തുമ്പോൾ അത് സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യം ആയി മാറി. പ്രിയപ്പെട്ട സഖാക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് അയ്യാ വൈകുണ്ഠസ്വാമിയെ പറ്റി ഒരുപാട് പറയാൻ ഉണ്ട്, ഒരുപാട് ലേഖനങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നവോത്ഥാന നായകരെ പരിചയപ്പെടുത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ അയ്യാ വൈകുണ്ഠസ്വാമിയെ പറ്റി അല്പം വാക്കുകളിലൂടെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് പരിചയപ്പെടുത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ലാൽ സലാം സഖാക്കളെ.